സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത് നരകം എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിഷയമാണ്. സ്വർഗവും നരകവും ഇല്ലെന്ന് പലരും വാദിക്കുന്നു. എന്നിരുന്നാലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു തന്നെ നരകത്തെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നരകം സൃഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് ഒരുക്കപ്പെട്ട ഇടമാണ്. യേശു പറഞ്ഞു, ഇടതുവശത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയും. ശ്രദ്ധിക്കുക, നരകത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണമായ സാഹചര്യങ്ങൾ അറിയാൻ ദയവായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള സത്യം പരിശോധിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 2 വാക്യത്തിൽ, സ്വർഗത്തിൽ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുക്കുക എന്ന അർത്ഥത്തിലാണ് യേശു ആ പദം ഉപയോഗിച്ചത്. അതുപോലെ നരകത്തിൻ്റെ ഒരുക്കത്തിലും ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ദൈവം തൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നന്മ നീക്കം ചെയ്തു. ഇത് നരകം അല്ലെങ്കിൽ പാതാളം, ഹേഡിസ് ആയി മാറി. ദൈവത്തിൻ്റെ ഗുണങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ശൂന്യത, ഇരുട്ട്, എല്ലാ ജീവൻ്റെയും അഭാവം എന്നിവയല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ല. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, നരകം ഒരുക്കപ്പെട്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് സൃഷ്ടിയുടെ 6 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. 6 ദിവസങ്ങൾക്ക് മുൻപ് അത് നിലവിലില്ലാത്തതിൻ്റെ കാരണം ദൈവം ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 31 വാക്യത്തിൽ പറഞ്ഞു, ദൈവം ഉണ്ടാക്കിയതെല്ലാം ഇതാ അത് വളരെ നല്ലതായിരുന്നു. അതിനു മുൻപ് നരകമുണ്ടായിരുന്നെങ്കിൽ എല്ലാം വളരെ നല്ലതായിരുന്നു എന്ന് ദൈവം പറയുമായിരുന്നില്ല. ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവം ആദാമിനെയും ഹവ്വായെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം തോട്ടത്തിലാക്കുകയും എല്ലാം നല്ലതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് മുൻപാണ് മാലാഖമാരുടെ വീഴ്ച സംഭവിച്ചതെന്ന് കരുതുവാൻ പ്രയാസമാണ്. സൂചിപ്പിക്കുന്നത് അതുവരെ ദൂതസൃഷ്ടി പോലും നല്ലതായിരുന്നു. ദൈവം ഭൂമിയെ വാസയോഗ്യമാക്കിയപ്പോൾ ദൂതന്മാർ സന്തോഷത്താൽ ആർത്തു വിളിച്ചെങ്കിൽ ആദ്യ ദിവസം തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചുവെന്ന് കരുതാം. സാത്താൻ തോട്ടത്തിൽ ഹവ്വായെ പരീക്ഷിക്കുന്നതിന് കുറച്ചു മുൻപ് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം കാണുക. നിരവധി ദൂതന്മാർ പാപം ചെയ്യുകയും ദൈവത്തിനെതിരെ മത്സരിക്കുകയും ചെയ്തു. സൃഷ്ടിയുടെ 6-ാം ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം കണ്ടു, അത് വളരെ നല്ലതാണെന്ന് കണ്ടപ്പോൾ. ഇത് സൂചിപ്പിക്കുന്നത് സാത്താൻ അതുവരെ പാപം ചെയ്തിട്ടില്ലെന്നും ആ 6 ദിവസങ്ങളിൽ വീണു പോയിട്ടില്ലെന്നും അതിനാൽ നരകം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ആണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന സാത്താൻ മനുഷ്യന് മുൻപ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിരുന്നതിനാൽ താൻ ദൈവത്തിന് പ്രത്യേകനാണെന്ന് അവന് തോന്നിയിരിക്കാം. എല്ലാത്തിനുമുപരി അവൻ ദൂതസൈന്യത്തിൻ്റെ ഉന്നതനായിരുന്നു. അവൻ സ്വർഗത്തിലെ എല്ലാ സൃഷ്ടിക്കപ്പെട്ട ജീവികളിലും വെച്ച് ഏറ്റവും മിടുക്കനും സുന്ദരനുമായിരുന്നു. എസ്കേൽ 28 അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വായിക്കാം. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനപൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്തനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. എസ്കേൽ പ്രവചനം 28 അധ്യായത്തിൽ കാണുന്നത് ലൂസിഫർ തികച്ചും മാതൃകാപരമായ ഒരു ജീവിയായിരുന്നു.
പൂർണ്ണതയുടെ മുദ്രയെന്നും ജ്ഞാനം നിറഞ്ഞവനെന്നും സൗന്ദര്യത്തിൻ പൂർണ്ണനുമായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, മനുഷ്യരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ ലൂസിഫറിന് അസൂയ തോന്നിയിരിക്കാം. മനുഷ്യനും ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൂതന്മാർ അങ്ങനെയല്ല. അഹങ്കാരം അവൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. സൃഷ്ടിവാരത്തിനു ശേഷം ലൂസിഫർ സ്വർഗത്തിൽ മത്സരിച്ചതായി മിക്കവാറും സാധ്യതയില്ല. ഈ വിശ്വാസത്തിന് കാരണം 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്തു. വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായത്തിൽ പറയുന്നു, എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. റോമാലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 12 നാം വായിക്കുന്നത്, അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പാപം ലോകത്തിൽ പ്രവേശിച്ചു, പാപത്തിലൂടെ മരണം, അങ്ങനെ മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. ശ്രദ്ധിക്കുക, മനുഷ്യൻ ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആദിയിൽ തന്നെ തോട്ടത്തിൽ പാപം ചെയ്തുവെന്നും നാം കാണുന്നു. സാത്താൻ സ്വർഗത്തിൽ ആദിയിൽ പാപം ചെയ്തു. സാത്താൻ ആദ്യത്തെ പാപത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം മനുഷ്യൻ ഭൂമിയിലേക്ക് പാപം കൊണ്ടുവന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. എസ്കേൽ 28:16 ദൈവം പറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് ഒരു അശുദ്ധ വസ്തുവായി തള്ളിക്കളഞ്ഞു. സൃഷ്ടിയാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ സാത്താൻ മത്സരിച്ചിരിക്കണമെന്ന് നമുക്ക് നിഗമനം ചെയ്യാം. അതായത് 6 ദിവസങ്ങൾക്ക് തൊട്ടു പിന്നാലെ നരകം സൃഷ്ടിക്കപ്പെട്ടു അഥവാ ഒരുക്കപ്പെട്ടു. സാത്താൻ നരകത്തിൻ്റെ രാജാവാണെന്ന് സാംസ്കാരികവും മാധ്യമപരമായ സ്വാധീനം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. നരകം ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിലാണ്. അതിനാൽ സാത്താൻ വീണപ്പോൾ ദൈവം നരകം സൃഷ്ടിച്ചതാണോ അതോ ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള അറിവോടെ അവൻ അത് മുൻകൂട്ടി ഒരുക്കിയതാണോ എന്ന് നമുക്ക് 100% കൃത്യതയോടെ അറിയുവാൻ കഴിയില്ല. കാരണം സാത്താൻ അനുസരണക്കേട് കാണിക്കുകയും മത്സരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന് ഇതിനകം അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഭൗമിക ജീവിതത്തിൽ നരകം സൃഷ്ടിക്കപ്പെട്ട സമയവും സാഹചര്യങ്ങളും നമുക്കൊരിക്കലും പൂർണ്ണമായി മനസ്സിലാകുകയോ അറിയുകയോ ചെയ്തേക്കില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം അത് നമ്മോട് വെളിപ്പെടുത്തും. നരകം സുഖകരമായ ഒരു സ്ഥലമല്ല. നിത്യമായ അന്ധകാരം, വേദന, ദൈവത്തിൽ നിന്നുള്ള വേർപിരിയൽ എന്നിവയാണ് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാത്ത വ്യക്തിയെ കാത്തിരിക്കുന്നത്. പാപം നമ്മെ ദൈവസന്നിധിയിൽ നിന്നും, അതായത് ദൈവത്തിൻ്റെ പ്രീതിയിലും സാന്നിധ്യത്തിലും കൂട്ടായ്മയിലും ആനന്ദത്തിലും നിന്ന് അകറ്റുന്നു. മനുഷ്യാത്മാവ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമായി നിർമ്മിക്കപ്പെട്ടതാണ്. ദൈവം നമ്മെ കോപം സഹിക്കുവാനല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.